Now we'll discuss about the second set of problems coming under accounts of banking companies. So in this question, you have been asked to prepare the profit and loss account of ABC Bank Limited for the year ended 31st March 2017. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻ പാരഗ്രാഫ് ചെയ്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ ഐറ്റംസും ഏതൊക്കെ സ്കെഡ്യൂൾസിലാണ് ബിലോങ് ചെയ്യണമെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. So first one, interest on loan. Since it is in a beneficial nature for the bank, നമ്മളത് schedule 13 ആയ interest earn represent ചെയ്യും. And then the establishment, which is in the nature of payment and provision to employees, we'll record it in schedule number 16, that is operating expenses. Interest on cash credit, again schedule number 13 account ചെയ്യും. Rent and taxes along with directors fees find its room in schedule 16, which is the operating expenses. ഇനി നോക്കിയേ, interest on saving bank deposit, which is representing what? The outflow of fund from bank. So we'll record that in schedule number 15, which is the interest expended. And then the printing and stationery also find its room in schedule 16. Interest on fixed deposits, adum nammal record ചെയ്യും schedule 15. And commission, which is in the nature of other income, so we will account it in schedule 14. Discount on bills, we'll account it in schedule number 13. Ini interest on current account, which will also be recorded in schedule 15. Interest on overdraft, since it's in a beneficial nature, we'll record it in schedule 30. And all other auditors fees, postage and telegrams and sundry expenses find its room in schedule 16, which is the operating expenses. ഇനി നമുക്ക് കുറച്ച് പാരഗ്രാഫ് ചെയ്ത് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ റിബേറ്റ് ആൻഡ് ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 49,000 റുപ്പീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാഡ് ഡെബ്സ് റിട്ടേൺ ഓഫ് ചെയ്ത എമൗണ്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 40,000 പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടാക്സേഷൻ പ്രൊവിഷൻ നമ്മൾ 40%-ന് അപ്പോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 1,20,000 റുപ്പീസും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എത്ര പെർസെൻറ്റേജ് ആണ്? 25% ഓഫ് യുവർ കറന്റ് ഇയർ പ്രോഫിറ്റ്. ആൻഡ് ₹20,000 ഹാവ് ടു ബി മെയ്ഡ് ആസ് എ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റനിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് നൗ വി വിൽ മൂവ് ഓൺ വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് സ്കെഡ്യൂൾസ്. അപ്പോൾ സ്കെഡ്യൂൾ നമ്പർ 13, ഇൻട്രസ്റ്റ് ഏൺ. അതിൽ ഫസ്റ്റ് ഐറ്റം ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അത് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, 2,59,000. അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ആൻഡ് സെക്കൻഡ് തിങ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് amount 2,23,000. അതും റെക്കോർഡ് ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, അതും നമ്മൾ 1,54,000 റുപ്പീസ് ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു. ദെൻ കംസ് ദി ഡിസ്കൗണ്ട് ഓൺ ബിൽസ്. അത് എത്രയാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കുന്ന വാല്യൂ? 1,95,000. ഇതിൽ നിന്നും നമ്മൾ റിബേറ്റ്സ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡിഡക്ട് ചെയ്യണം. ബിക്കോസ് നമുക്ക് റിബേറ്റ് ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് സിൻസ് നത്തിങ് ഇസ് മെൻഷൻഡ് അബൌട്ട് ദി ഡേറ്റ്, ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് റിബേറ്റ് ഇസ് എ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും ഡിസ്കൗണ്ടിൽ നിന്ന്. ഇനി ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ we could have added this rebate along with discount. ഇവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്നും റിബേറ്റ് ഡിഡക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ആ വാല്യൂ എത്രയാണ് റിബേറ്റിൻ്റെ? 49,000. അപ്പോൾ നമുക്കൊരു നെറ്റ് ഫിഗർ കിട്ടും, ദാറ്റ് ഇസ് 1,46,000 റുപ്പീസ്. നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതും. ആൻഡ് വെൻ യു സം അപ്പ് ഓൾ ദീസ് ഫിഗേഴ്സ് യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 7,82,000. ആൻഡ് ദെൻ സ്കെഡ്യൂൾ 14, അവിടെ ഒറ്റൊരു ഐറ്റം മാത്രമേ വരുന്നുള്ളൂ, ദറ്റ് ഇസ് കമ്മീഷൻ. അതിൻ്റെ ആഗ്രിഗേറ്റ് വാല്യൂ നമ്മളെടുത്ത് എഴുതി 8,200. ദെൻ സ്കെഡ്യൂൾ 15 ഡീൽസ് വിത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. So all those outflows of fund from the bank will be represented here. Interest on fixed deposits amount nammal koduthu 2,75,000. Interest on saving bank deposit 68,000 rupees nammal ivide ezhuthi. And interest on current account also we have provided 42,000 here. And when you sum up, you will get the aggregate of 3,85,000. And now comes the schedule 16, which is the operating expenses. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എംപ്ലോയീസിൻ്റെ പേയ്മെൻറ്റ് എഴുതും, which is the establishment which has been given in your question.
അത് നമ്മൾ 54,000 ഇവിടെ എഴുതും. ആൻഡ് ദെൻ ദി റെന്റ് ആൻഡ് ടാക്സസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, സൺട്രി എക്സ്പെൻസസ്, അതിൻ്റെ corresponding ഫിഗേഴ്സ് ഒക്കെ നമ്മൾ അതിന് നേരെ എഴുതി സമ്മപ്പ് ചെയ്യുമ്പോൾ we will get a value 82,200. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസീസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിൽ ബാഡ് ഡെബ്സും ടാക്സേഷൻ്റെ പ്രൊവിഷൻസും കാണിക്കണം. അപ്പോൾ ബാഡ് ഡെബ്സിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്, 40,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ടാക്സേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പ്രോഫിറ്റിലാണ്, സിൻസ് നമ്മൾ പ്രോഫിറ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് 2 തിങ്, അതായത് ഇൻകം നേച്ചറിലുള്ള ഫസ്റ്റ് 2 സ്കെഡ്യൂൾസ് സബ്മിറ്റ് ചെയ്യണം. അതായത് ഇൻട്രസ്റ്റ് ഏൺഡും അതുപോലെ അതർ ഇൻകവും സബ്മിറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ടോട്ടൽ ബാലൻസ് ഓഫ് 7,90,200. അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസസിൻ്റെ ടോട്ടൽ, അതായത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കെഡ്യൂളിൻ്റെ ടോട്ടലായ 3,85,000 റുപ്പീസ് ഡിഡക്റ്റ് ചെയ്യണം. ഒപ്പം തന്നെ നമുക്കിപ്പോൾ കിട്ടിയ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ ടോട്ടൽ 82,200 ഡിഡക്റ്റ് ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഈ ബാഡ് ഡെബ്സിൻ്റെ അമൗണ്ടും കൂടി അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ആൻഡ് ഇതിൽ നിന്നെല്ലാം ഡിഡക്ഷൻ കഴിയുമ്പോൾ നമുക്കൊരു നെറ്റ് ഫിഗർ കിട്ടും. ആ നെറ്റ് ഫിഗറിൻ്റെ 40% ആണ് നമ്മൾ ടാക്സേഷൻ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ 40% ഓഫ് 2,83,000. അപ്പം നമുക്കൊരു ഫിഗർ കിട്ടും 1,13,200. ആൻഡ് ദിസ് 1,13,200 യു നീഡ് ടു സം അപ്പ് വിത്ത് ദി 40,000. അതെന്തുമായിരുന്നു, ബാഡ് ഡെബ്സ് ആയിരുന്നു. സോ വി വിൽ ഗെറ്റ് എ ഫൈനൽ ഫിഗർ ഓഫ് 1,53,200. And now we will move on with the preparation of profit and loss account in detail. അപ്പോൾ നമുക്ക് 4 ഹെഡാണുള്ളത്. എന്തൊക്കെയായിരുന്നു ആ 4 ഹെഡ്? ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ്. പ്ലസ് നമുക്ക് കഴിഞ്ഞ വർഷം എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും അണ്ടർ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഹെഡിൽ. ആൻഡ് ഫോർത്ത് വൺ ഇസ് അപ്രോപ്രിയേഷൻസ്. അങ്ങനെ നമുക്ക് 4 ഹെഡാണ് ഉള്ളത്. അപ്പോൾ ഇൻകത്തിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഹെഡാണ് ഒന്ന് ഇൻട്രസ്റ്റ് ഏൺ, സ്കെഡ്യൂൾ 13. അതിൻ്റെ ഫൈനൽ ഫിഗർ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. അതർ ഇൻകം സ്കെഡ്യൂൾ 14, അതിൽ നിന്ന് കിട്ടിയ അഗ്രിഗേറ്റ് വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. രണ്ടും കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7,90,200. അതിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ദെൻ എക്സ്പെൻഡിച്ചർ പാർട്ടിലും 2 സ്കെഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് വിച്ച് ഇസ് ഇൻ സ്കെഡ്യൂൾ 15, അതിൻ്റെ ടോട്ടലായ 3,85,000 റുപ്പീസ് നമ്മളിവിടെ എടുത്തെഴുതി. ആൻഡ് ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് സ്കെഡ്യൂൾ 16, അതിൻ്റെയും ടോട്ടൽ 82,200 നമ്മളിവിടെ എടുത്തെഴുതി. ആൻഡ് നൗ കംസ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദറ്റ് ഇസ് ദി പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസീസ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസീസ് വർക്കിംഗ് നോട്ട് നമ്പർ 1 റെപ്രസെൻറ്റ് ചെയ്യണ amount ആയ 1,53,200 നമ്മൾ ഇവിടെ എടുത്തെഴുതി. ആൻഡ് ദെൻ യു വിൽ ടോട്ടൽ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് 6,20,400. ആൻഡ് തേർഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഈ 7,90,200 6,20,400 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സിൻസ് ഇൻകം കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റിൻ്റെ വാല്യൂ എന്തായിരുന്നു? 1,69,800. ആൻഡ് സിൻസ് നമുക്ക് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ അമൗണ്ട് എത്രയായിരുന്നു? 1,20,000. അത് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് രണ്ടും കൂടി നമ്മൾ ആഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ ഫൈനൽ ഫിഗർ ആസ് 2,89,800. And then the last part is dealing with appropriations. നമ്മളിവിടെ statutory reserve 25% of current year profit നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണ്? 1,69,800 ആണ് നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ്. അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 42,450 നമ്മളിവിടെ എടുത്ത് എഴുതി. ആൻഡ് നമുക്ക് ക്വസ്റ്റനിലെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. പ്രപ്പോസ് ഡിവിഡൻറ്റിൻ്റെ വാല്യൂ 20,000 നമ്മളിവിടെ കൊടുത്തു. ആൻഡ് വെൻ യു ഡിഡക്ട് ദിസ് transfer to statutory reserve element and proposed dividend element from this figure, അതായത് 2,89,800 നിന്നും നമ്മൾ 42,450 20,000 ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള നെറ്റ് ഫിഗർ കിട്ടും. ആൻഡ് വിച്ച് ഇസ് 2,27,350. And when you sum up all this,
you will get a total of 2,89,800.